these we have our two alumni today. നമ്മളുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് now they have achieved great heights in where they're proud of themselves. So അങ്ങനത്തെ രണ്ട് പേര് we could only involve two people കാരണം ബാക്കിയുള്ളവർ still working ആണ്. They didn't they couldn't make it here. So Miss Husna, you're there, dear? Hello everyone. Hi Husna. Yeah, please, over to you. Please share your experience. Hello, good morning all. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു അർച്ചന ഫോർ വെൽക്കമിങ്. നല്ലൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിയർ കംബാക്ക് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിന് വേണ്ട ഒരു ഗൈഡൻസ് തരാനില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എങ്ങനെ ഒരു കരിയറിലേക്ക് പോകണം, ഏത് ലെവലിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനോടൊക്കെ നിന്ന സമയത്ത് ഏട്രിസിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IT ഫീൽഡിലേക്ക് വന്നത് വളരെ വളരെയധികം പാഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഫീൽഡ് സെലക്ട് ചെയ്യുന്നത്. നമ്മള് പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞിട്ട് ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു IT ഫീൽഡാണ് എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഫീൽഡിലേക്ക് വന്നത്. BCA ചെയ്തു, അത് കഴിഞ്ഞ് MCA ചെയ്തു. MCA ഫൈനൽ സെമസ്റ്റർ ആവുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ കോളേജസിൽ ക്യാമ്പസ് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒന്നിനും സെലക്റ്റഡ് ആയില്ല. 1-2 ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ കൂടുതലും ടോപ്പ് എൻഡ് കമ്പനീസ് എല്ലാവരും നോക്കുന്നത് ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് അവരുടെ മാർക്സ് ആണ്. മാർക്സ് ഇൻ ദ സെൻസ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് പാഷനേറ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സിന്റെ മാർക്ക് അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് ഫ്രം 10th to 12th ആണ് അവരുടെ ഒരു ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു മാർക്ക് നോക്കുന്നത്. അപ്പോ അബൌവ് 65%, 70% ഉള്ളവരാണ് ദേ ആർ അലൗഡ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ ഓൾസോ. എനിക്ക് ഉണ്ടായിരുന്നില്ല, എനിക്ക് ആ മാർക്സ് ഉണ്ടായിരുന്നില്ല. +2 കുറച്ച് മാർക്ക് കുറവായിരുന്നു. അപ്പോ നമുക്ക് നമ്മുടെ ഡ്രീം കമ്പനി ലൈക്ക് TCS അല്ലെങ്കിൽ ഇൻഫോസിസ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കമ്പനീസിനൊന്നും ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ആ സമയത്ത് കിട്ടിയില്ല. ഈവൻ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മളുടെ കരിയർ എന്നല്ല, നമ്മളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ട് നമുക്ക് എൻഡ് ഓഫ് ദ സെമിസ്റ്റർ നമ്മുടെ കല്യാണം നടക്കുകയും പിന്നെ അത് കഴിഞ്ഞ ആസ് എവ്രി വൺ നമ്മളുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആവും, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മാറും. പിന്നെ ഒരു പാട്രിയാർക്കിക്കൽ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, അപ്പൊ അത് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വന്ന് നമുക്ക് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു കുറച്ചുനാള്. നമുക്ക് എങ്ങനെ നമ്മൾ ഇനി മുന്നോട്ട് പോകും, ഈവൻ നമ്മുടെ കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുമില്ല, ആസ് എ ഫ്രഷർ നമുക്ക് ആരും ജോലിയും തരില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിച്ചിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അത് ശരിക്കും നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. ആ ഡിസിഷൻ എടുക്കാൻ നമുക്ക് കുറച്ചൊരു ഡിസിഷനിലേക്ക് എത്താൻ നമുക്ക് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ആ സ്ട്രഗിള് സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കരിയറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് ഞാൻ പറയാം. ആ പുഷ് അത് നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് ആ പുഷ് വേറെ ആരും നമ്മൾ ചെയ്ത് തരില്ല. നോ വൺ എൽസ് വിൽ ഡു ദിസ് പുഷ് ഫോർ us. അത് നമ്മൾ തന്നെ ചെയ്ത് ബാക്കിയുള്ളവർക്ക് ആസ് എ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളുടെ ലൈഫ് സ്റ്റോറിയിൽ നമ്മൾ തന്നെ ആവണം ഹീറോ. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൽസ് ഇസ് സെക്കൻഡറി. സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഈച്ച് ആൻഡ് എവറി ടൈം നമുക്ക് സ്കിൽസിന് ഡെവലപ്പ് ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഉണ്ട്. അത് നമുക്ക് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. അത് ഓൾറെഡി നമ്മുടെ വെബിനാറിൽ ഓൾറെഡി ഇവര് പറഞ്ഞു പല ഏരിയാസ് ഉണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്.
പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പാട്രിയാർക്കിയിൽ നിന്ന് നമ്മൾ കടന്നിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ആ ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ്. എളുപ്പമല്ല അത്, ഒട്ടും ഈസി അല്ല. കുറച്ച് നല്ല സ്ട്രഗിൾ തന്നെ വേണ്ടി വരും. നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടി വരും ചില ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നമുക്ക് ഈസിയാണ്. നമുക്ക് കുറെ കൂടി നമുക്ക് പിന്നെ നമുക്ക് എന്താ പറയാ പല പല വേസ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. പല വഴികളിൽ കൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ഏട്രിച്ചിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഏട്രിച്ചിൽ വന്ന് നമ്മള് പുതിയൊരു എന്താ പറയാ IT ഫേമിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ പഠിച്ചതാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നമ്മൾ പഠിച്ചത് തന്നെയാണെങ്കിലും അതെങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകണം, എങ്ങനെയാണ് ഒരു IT ഫേമിൽ അത് യൂസ്ഫുൾ ആകുന്നത് എന്നൊക്കെയുള്ള ആ ഓർഗനൈസേഷൻ അത് നമുക്ക് കിട്ടിയത് ഏട്രിച്ചിൽ നിന്നാണ്. നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. നമുക്ക് അന്ന് അറിയാണ്ടായിരുന്നത് ആകെ ഒരു ഡെവലപ്പിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നു. ഒരു ഡെവലപ്പറായിട്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ഒരു ടേം മാത്രമാണ് നമുക്ക് അറിയേണ്ടായിരുന്നത്. പക്ഷെ ഇതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത പോലെ there are different roles that are available എന്ന് പറഞ്ഞു തരും. നമ്മളുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കി നമ്മളുടെ എന്താ പറയാ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് ഫീൽഡിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോകാനും അതിലേക്ക് നമുക്ക് ഗൈഡൻസ് തരാനും അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ലൈക് ഷമീസ് സാറും നിർമ്മൽ സാറും ഒക്കെ നമ്മളുടെ എന്താ പറയാ ക്വാളിറ്റി എന്താണ്, ഏത് ഫീൽഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഷൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, ആ ഒരു സ്റ്റെപ്സ്, ആ പ്ലാൻസ് അത് നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഇവരാണ് കൂടുതലും നമ്മൾ സപ്പോർട്ട് ചെയ്തതും ഹെൽപ്പ് ചെയ്തതും. ഓഫ് കോഴ്സ് അവിടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് എന്തും പഠിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടും കൂടുതലും നമ്മളുടെ കരിയർ ഡെവലപ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതൊക്കെ സത്യം പറയുന്നത് ഇന്നിപ്പോ ഞാനിപ്പോ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ദുബായിലാണ്. ഞങ്ങൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഫെഡറൽ എൻറ്റിറ്റിയുടെ അണ്ടറിലാണ്, ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവിടെ UAE മോസ്റ്റ്ലി എവറി സ്കൂളിനും ഫ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അങ്ങനത്തെ ഒരു ഫേമിലേക്ക് നമുക്ക് ഒരു എൻട്രി കിട്ടാൻ തന്നെ ഹെൽപ്ഫുൾ ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിച്ചിന്റെ ഒരു ഗൈഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസ്, നമ്മൾ അവിടെ പെർഫോം ചെയ്തിട്ട് പോയ പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസ് ലൈക്ക് അജൈൽ ആൻഡ് സ്ക്രം മെത്തഡോളജീസ് ഫോളോ ചെയ്യാൻ പഠിപ്പിച്ചത്, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിൽ ഇപ്പോ അത് വരുന്നുള്ളൂ. നമ്മള് ഒരു 13 വർഷം മുന്നേ നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഏട്രിച്ചിൽ ചെയ്ത് കഴിഞ്ഞു. ഏട്രിച്ചിന്റെ ട്രെയിനിങ്ങിന്റെയും അല്ലെങ്കിൽ ഇതിന്റെയും ഭാഗമായിട്ട്, പ്രൊജക്ട്സിന്റെയും ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ UAE ദുബായിൽ ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ആയി വരുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം ഏട്രിച്ച് ഫോർവേഡഡ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ അജൈലായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു ബേസ് ലൈൻ തന്നത് ഏട്രിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കരിയറിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ലൈക്ക് എത്രത്തോളം നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നോ അത്രത്തോളം സ്ട്രഗിൾ നമ്മൾ ചെയ്യണം. നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു പാട്രിയാർക്കി ബ്രേക്ക് ചെയ്തിട്ട് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ കാണുമ്പോൾ നമ്മളുടെ കൂടെ പഠിച്ചവരും നമ്മളുടെ ഒരേ കോളേജിൽ ഉണ്ടായിരുന്നവരൊക്കെ പല കമ്പനികളിൽ പല എന്താ പറയാ നല്ല റോൾസിൽ ഇരിക്കുന്നത് കാണുമ്പോഴും നമ്മളുടെ മനസ്സിലൊരു വിഷമായിരിക്കും. നമ്മളും ഇത് ആഗ്രഹിച്ചു വന്നു, നമുക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ, നമ്മളും കഷ്ടപ്പെട്ട് പഠിച്ചു അല്ലേ. എല്ലാവരും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ പഠിക്കുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, പഠിച്ച് പാസ്സായി വരുന്നുണ്ട്. പക്ഷെ ചിലർ മാത്രം ഷൈൻ ചെയ്യുന്നു അവരുടെ കരിയറിൽ, ബാക്കിയുള്ളവർക്ക് അതിനുള്ള ഓപ്പണിംഗ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ അതെന്ന് പറയുന്നത് ആ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുറകോട്ട് നോക്കരുത്.
അതെടുക്കാനുള്ള ഒരു ഡിസിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് എന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുഷ് യുവർ സെൽഫ്, നോബഡി എൽസ് വിൽ ഡു ഇറ്റ് ഫോർ യു. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ലൈഫിന്റെ ഹീറോ. അത് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആണ്. അവർ ജസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ. ഹലോ. Thank you. That's really wonderful. Yeah. Thanks for your time.